Students, welcome back to my class. So in this class we were going to discuss about the cloning vector PBR322. Okay, so PBR322 എന്ന് പറയുമ്പോൾ അത് ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്ലോണിംഗ് വെക്റ്റർ ആണ്. ഇറ്റ് വാസ് ഡെവലപ്ഡ് ഇൻ 1977 ഫ്രം ഈക്വളൈ പ്ലാസ്മിഡ് കോൾ E1. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്ലോണിംഗ് വെക്റ്ററാണ്, ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്ലോണിംഗ് വെക്റ്ററാണ്. ഡെവലപ്പ് ചെയ്ത് 1977 പ്രൊഡ്യൂസ് ചെയ്ത് ഡെവലപ്പ് ചെയ്തത് ഈക്വളൈ എന്നാണ്, ഈക്വളൈ പ്ലാസ്മിഡ് എന്നാണ്. ആൻഡ് അതിൻ്റെ ആ നെയിമിലുള്ള PBR322 എന്താണെന്നാണ് പറയണത്. പി എന്ന് പറയുന്നത് ഇറ്റ് ഡിനോട്ട്സ് പ്ലാസ്മിഡ്. ഓക്കെ, പ്ലാസ്മിഡ് ആയതുകൊണ്ട് തന്നെ അത് പി എന്നുള്ളത് പ്ലാസ്മിഡിനെ ഡിനോട്ട് ചെയ്യുന്നു. ബി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫ്രം ബൊളിവർ ആൻഡ് ആർ ഫ്രം റോഡ്രിഗസ്. ബൊളിവർ ആൻഡ് റോഡ്രിഗസ് എന്ന് പറഞ്ഞാൽ രണ്ട് സയൻറ്റിസ്റ്റാണ്. ബി എന്ന് പറയുന്നത് ബൊളിവർ എന്നുള്ള ആ സയൻറ്റിസ്റ്റിൻ്റെ നെയിമെന്നും ആർ എന്ന് പറയുന്നത് റോഡ്രിഗസ് എന്ന സയൻറ്റിസ്റ്റിൻ്റെ പേരെന്നുമാണ് ആ രണ്ട് ലെറ്റർ വന്നത്. ആൻഡ് ഹു ഡെവലപ്ഡ് PBR322. Okay, so it is the first artificial cloning vector developed in 1977 from E. coli plasmid, and where P denotes plasmid, B is from Bolivar and R from Rodriguez. Okay, so അതിൻ്റെ പിക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് കണ്ടെയ്ൻസ്, അതിലെന്ത് കാണുന്നുണ്ട്? ഇറ്റ് കണ്ടെയ്ൻസ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ സൈറ്റ്. ഇവിടെ എന്ത് കാണാം? ഒരു ഒറിന്ന് കാണുന്നുണ്ടല്ലോ അല്ലേ? ഈ ഒറി അല്ലെങ്കിൽ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ കാണുന്നുണ്ട്. ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം എ പ്ലാസ്മിഡ് റിലേറ്റഡ് ടു നാച്ചുറലി ഒക്കറിങ് പ്ലാസ്മിഡ് കോൾ E1. അത് എന്താണ് നാച്ചുറലി ഒക്കറിങ് പ്ലാസ്മിഡ് ആയുള്ള കോൾ E1 എന്ന് ഡിറൈവ് ചെയ്ത് വന്നതാണ്. The plasmid contains 4361 base pairs and carries 2 antibiotic resistant genes. Okay, അപ്പോൾ ഈ PBR322 എന്ത് കാണുന്നുണ്ട്? 4361 ബേസ് പെയർസ് ആണ് കാണുന്നത്. ടോട്ടൽ 4361 ബേസ് പെയർസ് അവിടെ 4361 ബേസ് പെയർസ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അതുകൂടാതെ എന്ത് കാണുന്നുണ്ട്? 2 ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻസും ഈ PBR322 കാണുന്നുണ്ട്. കണ്ടോ, ഇവിടെ ഒരു ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീനായുള്ള ആംബിസിലിൻ റെസിസ്റ്റൻസ് കാണാം. ഇവിടെ ടെറ്റ് കാണാം അല്ലേ? അത് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസിനുള്ള ജീനാണ് കാണുന്നത്. അപ്പോൾ 2 ആൻറ്റിബയോട്ടിക്കിൻ്റെ റെസിസ്റ്റൻറ്റ് ജീൻസ് ഇതിൽ പ്രസൻ്റ് ആണ്. ഓക്കെ, 1 കൺഫേഴ്സ് റെസിസ്റ്റൻസ് ടു ആംബിസിലിൻ, അതായത് ആംപ് ആർ. ഇവിടെ ആംപ് കൊടുത്തുള്ളത് എന്താണ്? അത് AMP എന്ന് കൊടുത്തുള്ളത് ഇറ്റ് കൺഫേഴ്സ് റെസിസ്റ്റൻസ് ടു ആംബിസിലിൻ ആൻഡ് അതർ ടു ടെട്രാസൈക്ലിൻ. ഇവിടെ കൊടുത്തുള്ളത് കൊടുത്തുള്ളത് ഇറ്റ് കൺഫേഴ്സ് റെസിസ്റ്റൻസ് ടു ടെട്രാസൈക്ലിൻ, ഒരു ആൻറ്റിബയോട്ടിക് ആണ്. ആൻഡ് യുണീക്ക് റെക്കഗ്നേഷൻ സൈറ്റ്സ് ഫോർ 20 റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ്. ഓക്കെ, എൻഡോന്യൂക്ലിയസ് വെച്ചിട്ടാണല്ലോ നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ 20 റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിന് വേണ്ടിയിട്ടുള്ള റെക്കഗ്നേഷൻ സൈറ്റ്സും എന്തിൽ കാണുന്നുണ്ട്? ഈ PBR322 കാണുന്നുണ്ട്. ഓക്കെ, 6 ഓഫ് ദീസ് 20 സൈറ്റ്സ് ആസ്, അപ്പോൾ അതിൽ 20 സൈറ്റ്സ് ഉണ്ട് പറഞ്ഞല്ലേ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിനുള്ള. അതിൽ 6 സൈറ്റ്സ് ആണ് പറയാൻ പോകുന്നത്. വിച്ച് ഇൻക്ലൂഡ് BAM-H1, ICO-RV, അതുപോലെ തന്നെ SPH1, SAL1 ആൻഡ് ഓൾസോ XMA3 ആൻഡ് NRU1. ഈ 3 പ്രസൻ്റ് ആവുന്നത് എവിടെയാണ്? ഈ 6 കാണുന്നത് ജീൻ കോഡിങ് ഫോർ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസിലാണ്. അതായത് ഇവിടെയാണ് ഈ ടെട്രാസൈക്ലിൻ ജീൻ ഉണ്ടല്ലോ, ഈ ടെട്രാസൈക്ലിൻ ജീനിൻ്റെ റെസിസ്റ്റൻസിന് കോഡ് ചെയ്യുന്ന ജീനിൻ്റെ അവിടെയാണ് BAM-H1, ICO-RV, അതുപോലെ തന്നെ SPH1, SAL1, XMA3 ആൻഡ് NRU1. ഇത്രയും റെക്കഗ്നേഷൻ സൈറ്റ്സ് കാണുന്നത്. ഓക്കെ, പിന്നെ അതുകൂടാതെ പിന്നെ 2 സൈറ്റ്സ് HIND3 ആൻഡ് CLAV1 ആർ പ്രസൻറ്റ് വിത്തിൻ ദ പ്രൊമോട്ടർ ഓഫ് ദ ടെട്രാസൈക്ലിൻ ജീൻ. ടെട്രാസൈക്ലിൻ ജീനിൻ്റെ പ്രൊമോട്ടറിൽ എന്ത് കാണുന്നുണ്ട്? അവിടെ HIND3 അതുപോലെ തന്നെ CLAV1 കാണുന്നുണ്ട്. പിന്നെ അത് കൂടാതെ 3 സൈറ്റ്സ് PST1, SCA1 ആൻഡ് PVU1. They are located within the beta-lactamase gene that provide resistance to amblycillin. Okay, ഈ ആംബ്ലിസിലിൻ റെസിസ്റ്റൻസ് കൊടുക്കുന്ന ബീറ്റ-ലാക്ടമേസ് ജീനിലാണ് എന്ത് കാണുന്നത്? PST1, SCA1 ആൻഡ് PVU1 കാണുന്നത്. അപ്പോൾ അത്രയാണ് ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നിങ്ങൾ സ്ട്രക്ചർ പഠിക്കണം. എക്സാമിന് ചോദിക്കുന്നതാണിത്. ഈ സ്ട്രക്ചർ എന്തായാലും പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ ഏതൊക്കെയാണ് റെക്കഗ്നേഷൻ സൈറ്റ്സ് എന്ന് നോക്കി വെക്കണം. ഓക്കെ, സോ നമ്മൾ സ്ട്രക്ചറിൽ പറഞ്ഞത് എന്താണ്? ഈ PBR322 4361 ബേസ് പെയർസ് കാണുന്നുണ്ട്. 2 ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻസ് കാണാം. ഒരു ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ എന്ന് പറയുന്നത് ആംബിസിലിൻ റെസിസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ ആംബിസിലിൻ റെസിസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ളതുണ്ട്. ഒന്ന് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. ആൻഡ് യുണീക്ക് റെക്കഗ്നേഷൻ സൈറ്റ് ഫോർ 20 റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ്. 20 എൻഡോന്യൂക്ലിയസിന് വേണ്ടിയിട്ട് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിനുള്ള എന്ത് കാണുന്നുണ്ട്?
റെക്കഗ്നേഷൻ സൈറ്റ്സും ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഏതൊക്കെയാണ് ആ സൈറ്റ്സ് എന്ന് പറഞ്ഞു, എവിടെയൊക്കെയാണ് കാണുന്നതെന്നും പറഞ്ഞു. ഓക്കെ, സോ ദ പ്യൂരിഫൈഡ് ആയിട്ടുള്ള പ്യൂരിഫൈഡ് ക്ലോസ്ഡ് PBr thin molecules are cut with a restriction enzyme that lies within either of the antibiotic resistant genes and cleaves the plasmid DNA only once to create single linear sticky ended DNA molecules. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ, ഒരു പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള PBr T22 മോളിക്യൂൾസ് അതെന്ത് ചെയ്യുന്നു, നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ അതിനെ റെസ്ട്രിക്ഷൻ എൻസൈം വെച്ചിട്ട് കട്ട് ചെയ്യുന്നു. ദാറ്റ് ലൈസ് വിത്തിൻ ഐദർ ഓഫ് ദ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻസ് ആൻഡ് ക്ലീവ്സ് ദ പ്ലാസ്മിഡ് DNA ഓൺലി വൺസ്. ഒരിക്കലും മാത്രം നമ്മൾ ഈ പ്ലാസ്മിഡ് DNA കട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ലീനിയർ ആയിട്ടുള്ള സിംഗിൾ ആയിട്ടുള്ള സ്റ്റിക്കി എൻ്റെ DNA മോളിക്യൂൾസ് ഉണ്ടാവുന്നു. ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ഈ വെക്ടറിനെ നമ്മൾ എന്ത് ചെയ്യും, ദീസ് ആർ കമ്പൈൻഡ് വിത്ത് പ്രിപ്പയർ ടാർഗറ്റ് DNA ഫ്രം എ സോഴ്സ് ഓർഗാനിസം. നമുക്ക് എന്താണ് വേണ്ടത്, ഈ ക്ലോണിൻ വെക്ടറിലേക്ക് നമുക്ക് ആവശ്യമായുള്ള ടാർഗറ്റ് DNA കമ്പൈൻ ചെയ്യിപ്പിക്കണം അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ വെക്ടറിനെ അങ്ങനെ നമ്മൾ ലീനിയർ ആക്കിയിട്ട് സ്റ്റിക്കി ആക്കിയിട്ടുള്ള ഈ DNA മോളിക്യൂളിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു സോഴ്സ് ഓർഗാനിസത്തിൽ നിന്നുള്ള ടാർഗറ്റ് DNAയിലേക്ക് എന്ത് ചെയ്യുന്നു, കമ്പൈൻ ചെയ്യിപ്പിക്കുന്നു. ആ DNA അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ടാർഗറ്റ് DNA നമ്മൾ എന്ത് ചെയ്യുന്നു, ആ DNA നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടാവും ഇത് സെയിം റെസ്ട്രിക്ഷൻ എൻസൈം. ഇവിടെ ഈ വെക്ടറിനെ ഏതുകൊണ്ടാണോ കട്ട് ചെയ്തിട്ടുള്ളത്, ഏത് റെസ്ട്രിക്ഷൻ എൻസൈം വെച്ചിട്ടാണോ കട്ട് ചെയ്തിട്ടുള്ളത്, അതേ റെസ്ട്രിക്ഷൻ എൻസൈം വെച്ചിട്ട് തന്നെ നമ്മൾ എന്തിനാ കട്ട് ചെയ്യണം, നമുക്ക് ആവശ്യമായുള്ള ടാർഗറ്റ് DNA കട്ട് ചെയ്യണം. ഓക്കെ, വിച്ച് ജനറേറ്റ്സ് സെയിം സ്റ്റിക്കി എൻസ് ആസ് ദോസ് ഓൺ ദ പ്ലാസ്മിഡ് DNA. അപ്പോൾ ഈ പ്ലാസ്മിഡ് DNAയിൽ ഉണ്ടായിട്ടുള്ള അതേ സ്റ്റിക്കി എൻസ് തന്നെ മറ്റേ എന്തിലുണ്ടാവും, ടാർഗറ്റ് DNAയിൽ ഉണ്ടാവും. കാരണം ഒരേ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വെച്ചിട്ടാണ് നമ്മൾ രണ്ടിനെ കട്ട് ചെയ്യുന്നത്. ടാർഗറ്റ് DNA ഇതിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാനുള്ള ടാർഗറ്റ് DNAനെയും അതുപോലെ തന്നെ ഈ വെക്ടറിനെയും കട്ട് ചെയ്യുന്നത് സെയിം റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വെച്ചിട്ടാണ്. അപ്പോൾ രണ്ടിലും സെയിം ആയിട്ടുള്ള സ്റ്റിക്കി എൻസ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്ന ഈ DNA മിക്സ്ചറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രീറ്റഡ് വിത്ത് T4 DNA ലിഗേസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള രണ്ടിനെയും, അതായത് ഈ വെക്ടർ DNAനെയും അതുപോലെ തന്നെ വെക്ടറിനെയും അത് പ്ലാസ്മിഡിനെയും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായ ടാർഗറ്റ് DNAനെ നമ്മൾ എന്ത് ചെയ്യുക, രണ്ടിനെയും കട്ട് ചെയ്ത് കഴിഞ്ഞു എൻഡോന്യൂക്ലിയസ് വെച്ചിട്ട്. ആ മിക്സറിന് നമ്മൾ എന്ത് ചെയ്യുക, T4 DNA ലിഗേസ് വെച്ചിട്ട് ATPയുടെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുന്നു. ഓക്കെ, ദ DNA മിക്സ്ചർ ഈസ് ട്രീറ്റഡ് വിത്ത് T4 DNA ലിഗേസ് ഇൻ ദ പ്രസൻസ് ഓഫ് ATPയുടെ പ്രസൻസിൽ T4 DNA ലിഗേസ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അണ്ടർ ദീസ് കണ്ടീഷൻസ് എ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ലിഗേറ്റഡ് കോമ്പിനേഷൻസ് ആർ പ്രൊഡ്യൂസ്ഡ്. അങ്ങനെ നമ്മൾ T4 DNA ലിഗേസ് വെച്ച് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവുന്നു, ഒരുപാട് കോമ്പിനേഷൻസ് ഉണ്ടാവുന്നുണ്ട്, ഇൻക്ലൂഡിങ് ഒറിജിനൽ ആയിട്ടുള്ള ക്ലോസ്ഡ് അങ്ങനെ കട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒറിജിനൽ ആയിട്ടുള്ള ക്ലോസ്ഡ് സർക്കുലർ പ്ലാസ്മിഡ് DNA ഫോം ചെയ്യും. കാരണം നമ്മൾ ലിഗേസ് വെച്ചിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ലിഗേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് മോളിക്കുലർ ഗ്ലൂ ആണല്ലേ. അപ്പോൾ അത് ജോയിൻ ചെയ്യിക്കാനുള്ള എൻസൈമാണ് T4 DNA ലിഗേസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അത് വെച്ച് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കോമ്പിനേഷൻസ് ഉണ്ടാവും. അതിൻ്റെ കൂടെ ഒറിജിനൽ ആയുള്ള സർക്കുലർ ആയുള്ള പ്ലാസ്മിഡ് DNAയും ഫോം ചെയ്യും. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ലിഗേസ് ട്രീറ്റ് ചെയ്യുമ്പോൾ വേറെ കോമ്പിനേഷൻസ് ഉണ്ടാവും. അത് കൂടാതെ അതായത് ടാർഗറ്റ് DNAയും ഈ പ്ലാസ്മിഡും കൂടിയിട്ട് ജോയിൻ ചെയ്യണം, അങ്ങനത്തെ കോമ്പിനേഷൻസ് ഉണ്ടാവും. അത് കൂടാതെ ക്ലോസ്ഡ് ആയിട്ടുള്ള സർക്കുലർ DNAയും ഫോം ചെയ്യും. ടു റെഡ്യൂസ് ദ ഫോർമേഷൻ ഓഫ് ദിസ്. അപ്പോൾ അത് നമുക്ക് അൺവാണ്ടഡ് ആണ് അല്ലേ. ക്ലോസ്ഡ് ആയിട്ടുള്ള ഒറിജിനൽ പ്ലാസ്മിഡ് DNA എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമില്ല. അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ദ ക്ലീവ്ഡ് പ്ലാസ്മിഡ് DNA പ്രിപ്പറേഷൻ ഈസ് ട്രീറ്റഡ് വിത്ത് ദ എൻസൈം ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് ടു റിമൂവ് ദ 5' ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്സ് ഫ്രം ദ ലീനിയറൈസ് പ്ലാസ്മിഡ് DNA. അപ്പോൾ അങ്ങനെയുള്ള ക്ലോസ്ഡ് ആയുള്ള നമ്മൾ ഒറിജിനലിയാണ് കട്ട് ചെയ്തത് അല്ലേ. അപ്പോൾ പിന്നീട് ഈ DNA ലിഗേസ് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒറിജിനലായുള്ള സർക്കുലർ DNA ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് നമുക്ക് അൺവാണ്ടഡ് ആയതുകൊണ്ട് തന്നെ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ക്ലീവ് ചെയ്ത പ്ലാസ്മിഡ് DNA പ്രിപ്പറേഷന് നമ്മൾ എന്ത് ചെയ്യണം, ആൽക്കലൈൻ ഫോസ്ഫേറ്റേസിന് എൻസൈം വെച്ച് ട്രീറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വെച്ച് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ 5' ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അപ്പോൾ റിമൂവ് ചെയ്ത് പോകും. ആ ലീനിയറൈസ്ഡ് ആയിട്ടുള്ള പ്ലാസ്മിഡ് DNAന്ന് എന്ത് ചെയ്യും, 5' ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്സ് ഒക്കെ റിമൂവ് ചെയ്ത് പോകും. However, the two phosphodiester bonds that are formed by T4 DNA ligase after ligation and circularization of the alkaline phosphatase treated plasmid DNA with restriction endonuclease digested source DNA which provides the phosphate groups. അത് സഫീഷ്യൻ്റ് ആണ് എന്തിനു വേണ്ടിയിട്ട്, ഈ മോളിക്യൂൾസിനെ ഒരുമിച്ച് നിർത്താൻ വേണ്ടിയിട്ട്. രണ്ട് ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട്സ് തന്നെ
സഫിഷ്യൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആവശ്യമില്ലാത്ത കോമ്പിനേഷൻസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ലീനിയർ ആയിട്ടുള്ള പ്ലാസ്മിഡ് DNA പ്രിപ്പറേഷൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് വെച്ച് ട്രീറ്റ് ചെയ്തിട്ട് 5' ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്സ് ഒഴിവാക്കണം. ഓക്കെ, അത്രയാണ് അതിൻ്റെ വർക്കിംഗ് ഓഫ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് അതിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആദ്യം വെക്ടറിനെ കട്ട് ചെയ്യുന്നു, പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നു, ടാർഗറ്റ് DNA അതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. അതിന് ശേഷം T4 DNA ലിഗേസ് വെച്ചിട്ട് ATP പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി എങ്ങനെയാണ് ട്രാൻസ്ഫോർമേഷൻ ആൻഡ് സെലക്ഷൻ? ഓക്കെ, ഇങ്ങനെ എന്ത് ചെയ്തു, നമ്മൾ വെക്ടറിലേക്ക് എന്ത് ചെയ്യിച്ചു, വെക്ടറിലേക്ക് പ്ലാസ്മിഡ് DNAക്ക് നമ്മൾ എന്ത് ചെയ്തു, ടാർഗറ്റ് DNA ഇൻകോപ്പറേറ്റ് ചെയ്തു അല്ലേ. ഇത് നമുക്ക് അറിയണം, ഇതിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നറിയണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫോർമേഷൻ ആൻഡ് സെലക്ഷൻ എന്നുള്ള ആ ഒരു സ്റ്റെപ്പ് നടത്തുന്നത്. ഓക്കെ, സോ the next step in recombinant DNA experiment requires uptake by E. coli of the clone DNA. നമുക്കിനി എന്ത് ചെയ്യണം, ഈ ക്ലോൺ ഡി എൻ എനെ നമ്മൾ എന്ത് ചെയ്യണം, ക്ലോൺഡ് DNA നമുക്ക് എന്ത് ചെയ്യണം, ഈ ഈക്വളയിലേക്ക് കൊടുക്കണം. കാരണം ക്ലോൺ DNA അല്ല, ഇങ്ങനെ ഉണ്ടായിട്ടുള്ള റീകോമിനൻ്റ് DNA നമ്മൾ എന്ത് ചെയ്യണം, ഈക്വളിലേക്ക് കൊടുക്കണം. കാരണം അപ്പോഴാണ് നമുക്ക് ഈ DNAയുടെ ക്ലോൺസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഈക്വളി എന്ന ഹോസ്റ്റാണ്, ആ ഹോസ്റ്റിലിട്ടാണ് നമ്മൾ റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് അല്ലേ. ഈ റീകോമിനൻ്റ് DNAയുടെ ഒരുപാട് കോപ്പീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈക്വളിലേക്ക് കൊടുക്കുന്നത്. അപ്പോഴാണ് നമുക്ക് DNA ക്ലോൺ ചെയ്യാൻ പറ്റുക. Okay, so in bacteria, process of introducing purified DNA into a cell is called transformation. അപ്പോൾ ബാക്ടീരിയയിൽ നമ്മൾ ഇങ്ങനെ പ്യൂരിഫൈഡ് DNA ഒരു സെല്ലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഫോർ ഈക്വളിയുടെ കാര്യം പറയുകയാണെങ്കിൽ വൺ ഓഫ് ദ മെത്തേഡ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഇൻവോൾവ്സ് ട്രീറ്റ്മെൻറ്റ് ഓഫ് സെൽസ് വിത്ത് കോൾഡ് കാൽസ്യം ക്ലോറൈഡ്. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള റീകോമിനൻ്റ് ആ DNA നമുക്ക് എന്ത് ചെയ്യണം, ഈക്വളയിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യിക്കണം. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. സോ ഈക്വളയിൽ നമ്മൾ ചെയ്യുന്നത് ആദ്യം എന്ത് ചെയ്യുന്നു, ഈ ട്രീറ്റ്മെൻറ്റ് ഓഫ് സെൽസ് വിത്ത് കോൾഡ് കാൽസ്യം ക്ലോറൈഡിനെ വെച്ചിട്ട് സെൽസിന് ട്രീറ്റ് ചെയ്യും. ആൻഡ് ദെൻ ദ ടെമ്പറേച്ചർ ഓഫ് മിക്സർ ഈസ് ഇൻക്രീസ്ഡ് ടു 42 ഡിഗ്രി സെൽഷ്യസ് ഫോർ 2 minutes. 2 minutesലേക്ക് എന്ത് ചെയ്യുന്നു, ഈ മിക്സറിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, 42 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ക്രിയേറ്റ്സ് ട്രാൻസിയൻ പോഴ്സ് ഇൻ ദ സെൽ വാൾ ദാറ്റ് എനാബിൾ DNA മോളിക്യൂൾ ടു എൻ്റർ സൈറ്റോപ്ലാസം. ഈ ഈക്വളയിൽ എന്തുണ്ടാവും, ട്രാൻസിയൻ്റ് ആയ പോഴ്സ് ഉണ്ടാവും. അതായത് പോർ ഉണ്ടാകുന്ന സമയത്ത് എന്തുണ്ടാവും, അതിൻ്റെ ഉള്ളിലേക്ക് ഈ DNA മോളിക്യൂൾസ് എൻ്റർ ചെയ്യും, സൈറ്റോപ്ലാസത്തിലേക്ക് എൻ്റർ ചെയ്യും. ബട്ട് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എഫിഷ്യൻ്റ് ആണ്, ഒരു എഫിഷ്യൻറ്റ് പ്രോസസ്സ് അല്ല. വിത്ത് ടിപ്പിക്കലി നോ മോർ ദാൻ 1 cell is in 1000 being transformed. എല്ലാ സെല്ലും ട്രാൻസ്ഫോം ചെയ്യണമെന്നില്ല, ഒരുപാട് സെൽസ് അപ്പോഴും ട്രാൻസ്ഫോം ചെയ്യാതിരിക്കുന്നുണ്ടാവും. സോ ആഫ്റ്റർ ട്രാൻസ്ഫോർമേഷൻ ഇറ്റ് ഈസ് നെസസറി ടു ഐഡൻറ്റിഫൈ ദ സെൽസ് ദാറ്റ് കണ്ടെയ്ൻ പ്ലാസ്മിഡ് ക്ലോൺ DNA കൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് അറിയണം ഏതൊക്കെ DNAയിലാണ് പ്ലാസ്മിഡ് ക്ലോൺ ചെയ്തിട്ടുള്ളത്, അതായത് ഏതിലൊക്കെയാണ് ഈ ക്ലോൺ ഏതൊക്കെ DNAയിലാണ് ഈ പ്ലാസ്മിഡും അതുപോലെ തന്നെ മറ്റേ ഇതുണ്ടല്ലോ ആ ടാർഗറ്റ് DNA കൂടി കമ്പൈൻസ് ചെയ്തുള്ള DNAs ഏതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇൻ PBR322 സിസ്റ്റം ഇൻ വിച്ച് ടാർഗറ്റ് DNA വാസ് ഇൻസേർട്ടഡ് ഇൻ ടു BAM-H1 സൈറ്റ്, ദി സ്പെസിഫിക് ഐഡൻറ്റിഫിക്കേഷൻ ഇസ് അക്കമിനേറ്റഡ് ഇൻ 2 steps. അപ്പോൾ PBRൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ടാർഗറ്റ് DNA ഇപ്പോൾ BAM-H1 സൈറ്റിലേക്കാണ് എൻട്രി ചെയ്തുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ BAM-H1 സൈറ്റ് എവിടെയാണുള്ളത്, ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസിലാണ് BAM-H1 സൈറ്റുള്ളത്. അപ്പോൾ അവിടേക്കാണോ എൻട്രി ചെയ്തുള്ളത് നമുക്ക് അറിയണം. DNA അവിടെ ഇൻകോപ്പറേറ്റ് ആയിട്ടുണ്ടോ എന്നറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് നമ്മൾ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 2 സ്റ്റെപ്പാണ് ചെയ്യുക. അറ്റ് ഫസ്റ്റ് സെൽസ് ഫ്രം ട്രാൻസ്ഫോർമേഷൻ മിക്സ്ചർ എന്ത് ചെയ്യുന്നു, ആർ പ്ലേറ്റഡ് ഓൺ എ മീഡിയം വിത്ത് ദാറ്റ് കണ്ടെയ്ൻസ് ആൻറ്റിബയോട്ടിക് ആംബിസിലിൻ ആൻറ്റിബയോട്ടിക് ഉള്ള ഒരു മീഡിയത്തിലേക്ക് ഈ മിക്സ്ചറിനെ പ്ലേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഓൺലി ദോസ് സെൽസ് ദാറ്റ് ഹാവ് either intact PBR322 or PBR322 clone DNA construct, both of which have an intact ampicillin resistant genes can grow under these conditions. അപ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് എന്തിനായിട്ടാണ്, ആംബിസിലിനായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഒന്നെങ്കിൽ ഒറിജിനൽ ആയിട്ടുള്ള PBR322 അതിൽ ടാർഗറ്റ് DNA ഒന്നും കയറിയിട്ടുണ്ടാവില്ല, അങ്ങനത്തെ PBR322 അല്ലെങ്കിൽ PBR322 ക്ലോൺഡ് DNA കൺസ്ട്രക്റ്റിന് അതിലെന്തുണ്ടാവും, ആംബിസിലിൻ റെസിസ്റ്റൻസ് ഉള്ള PBR322 മാത്രമാണ് അവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ആംബിസിലിൻ റെസിസ്റ്റൻസ് ഇല്ലാത്തതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ,
ദ ബാം H1 സൈറ്റ് ഓഫ് PBR 322 എവിടെ നിൽക്കുന്നത്? അത് കാണുന്നത് ടെട്രാസൈക്കിൾ റെസിസ്റ്റൻറ്റ് ജീനിലാണ് ഈ ബാം H1 സൈറ്റ് കാണുന്നത്. സോ ഇൻസേർഷൻ ഓഫ് DNA ഇൻറ്റു ദിസ് ജീൻ ഡിസ്റ്റർബ്സ് ദ കോഡിംഗ് സീക്വൻസ് ആൻഡ് ടെട്രാസൈക്കിൾ റെസിസ്റ്റൻസ് ലോസ്റ്റ് ആവും. അപ്പോൾ ബാം H1 സൈറ്റിലേക്കാണ് ബാം H1 സൈറ്റിലേക്കാണ് ടാർഗറ്റ് DNA എൻ്റർ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ടെട്രാസൈക്കിൾ റെസിസ്റ്റൻസിലാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ആ ടെട്രാസൈക്കിളിൽ റെസിസ്റ്റൻസ് പോയിട്ടുണ്ടാവും. അപ്പോൾ ടെട്രാസൈക്കിൾ റെസിസ്റ്റൻസ് ഉണ്ടാവില്ല അവിടെ. അപ്പോൾ so the cells with the plasmid clone DNA construct are resistant to ampicillin and sensitive to tetracycline. അപ്പോൾ എന്തായിരിക്കും അവിടെ ആ പ്ലാസ്മിഡ് ക്ലോൺ DNA-ക്ക് എന്താവും? അവർ ടെട്രാസൈക്ലിന് സെൻസിറ്റീവ് ആയിരിക്കും, ആംബിസിലിൻ റെസിസ്റ്റൻറ്റും ആയിരിക്കും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം? ആംബിസിലിൻ മീഡിയത്തിൽ സർവൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആംബിസിലിനായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ആംബിസിലിനായിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ടെട്രാസൈക്കിൾ ബാം H1 സൈറ്റിലാണ് എൻ്റർ ചെയ്തോന്നാണ് നോക്കുന്നത്. അതിനുള്ള സ്റ്റെപ്പാണ് പറയുന്നത്. അപ്പോൾ ആംബിസിലിനായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ആംബിസിലിനായിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ബാം H1 കാണുന്നത് ടെട്രാസൈക്ലിൻ സൈറ്റിലാണല്ലോ. അപ്പോൾ ടെട്രാസൈക്ലിൻ്റെ ആ പോർഷനിലേക്ക് DNA എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് പോയിട്ടുണ്ടാവും. അപ്പോൾ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് പോയതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ടെട്രാസൈക്കിളിനോട് അവർ സെൻസിറ്റീവ് ആയിരിക്കും, ആംബിസിലിനോട് റെസിസ്റ്റൻറ്റും ആയിരിക്കും. അപ്പോൾ ആംബിസിലിൻ റെസിസ്റ്റൻ്റ് ആയുള്ളവർക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദ സെൽസ് വിത്ത് പ്ലാസ്മിഡ് ക്ലോൺ DNA കൺസെപ്റ്റ് ആർ റെസിസ്റ്റൻറ്റ് ടു ആംബിസിലിൻ ആൻഡ് സെൻസിറ്റീവ് ടെട്രാസൈക്കിളിനായിരിക്കും. അതുപോലെ തന്നെ സെൽസ് വിത്ത് റീസർക്കുലറൈസ്ഡ് PBR 322 DNA however have an intact tetracycline resistant gene and are resistant to both ampicillin and tetracycline. അതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ റീസർക്കുലറൈസ് ചെയ്തില്ല, ആദ്യം ലീനിയറായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ പക്ഷേ ടാർഗറ്റ് DNA എൻ്റർ ചെയ്യാത്ത വെറുതെ റീസർക്കുലറൈസ് ചെയ്തിട്ടുള്ള DNA ഉണ്ടാവുമല്ലോ, PBR 322 DNA ഉണ്ടായിരിക്കുമല്ലോ. അതും എന്തായിരിക്കും? അത് രണ്ടിനോട് റെസിസ്റ്റൻ്റ് ആയിരിക്കും. ടെട്രാസൈക്ലിൻ ജീനിനോട് റെസിസ്റ്റൻ്റ് ആയിരിക്കും, ആംബിസിലിനോടും റെസിസ്റ്റൻ്റ് ആയിരിക്കും. കാരണം അതിലെന്താ രണ്ട് സൈറ്റിലും DNA എൻ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ രണ്ടിനോട് റെസിസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി ഇപ്പോൾ ആംബിസിലിൻ റെസിസ്റ്റൻ്റ് ആയുള്ളതാണോ കണ്ടുപിടിച്ചു. അപ്പോൾ ആംബിസിലിൻ റെസിസ്റ്റൻ്റ് ആവണമെങ്കിൽ എന്താണ്? അവിടെ ടെട്രാസൈക്ലിൻ്റെ സ്ഥലത്തിലേക്ക് എന്തുണ്ടാവും? DNA എൻ്റർ ചെയ്തിട്ടുണ്ടാവും. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇനി സെലക്ഷൻ സ്കീം എന്ന് പറയുന്നത് എന്താണ്? സെൽസ് ദാറ്റ് ഗ്രോ ഓൺ ദ ആംബിസിലിൻ കണ്ടെയ്നിങ് മീഡിയം ആർ ട്രാൻസ്ഫേർഡ് ടു ടെട്രാസൈക്ലിൻ കണ്ടെയ്നിങ് മീഡിയം. ഇനി നമ്മൾ ആംബിസിലിനുള്ള ഗ്രോ ചെയ്ത ആ സെൽസ് ഉണ്ടല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യുക? ടെട്രാസൈക്ലിൻ കണ്ടെയ്നിങ് മീഡിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ടെട്രാസൈക്ലിൻ മീഡിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്തുണ്ടാവുക? ഈച്ച് ലൊക്കേഷൻ ഓഫ് ഇനോക്കുലേറ്റിംഗ് സെൽസ് ഓൺ എ ടെട്രാസൈക്ലിൻ അഗർ പ്ലേറ്റ് കറസ്പോണ്ട് ടു എ സൈറ്റ് ഓഫ് എ കോളനി ഓൺ എൻ ഒറിജിനൽ ആംബിസിലിൻ അഗർ പ്ലേറ്റ്. ഓക്കെ, so cells that form colonies on the tetracycline agar plate carry recircularized PBR 322. കാരണം അവിടെ ടെട്രാസൈക്കിൾ അഗർ പ്ലേറ്റിൽ ഗ്രോ ചെയ്യണമെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ കോളനീസ് ഫോം ചെയ്യണമെങ്കിൽ അവർക്ക് എന്താണ്? അവർക്ക് ടെട്രാസൈക്കിളിൻ്റെ റെസിസ്റ്റൻസ് ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ടെട്രാസൈക്കിളിൻ്റെ സൈറ്റിലേക്ക് ഒന്നും എൻ്റർ ചെയ്തിട്ടില്ല, അവിടെ ടാർഗറ്റ് DNA എൻ്റർ ചെയ്തിട്ടില്ല. ബിക്കോസ് ദി സെൽസ് ആർ റെസിസ്റ്റൻറ്റ് ടു ബോത്ത് ആംബിസിലിൻ ആൻഡ് ടെട്രാസൈക്കിളിൻ. അപ്പോൾ അവരെന്താണ്? ആംബിസിലിൻ റെസിസ്റ്റൻ്റ് ആണ്, അപ്പോൾ ടെട്രാസൈക്കിളിൻ റെസിസ്റ്റൻറ്റും ആണ്. കാരണം അവർ ആംബിസിലിനും സർവൈവ് ചെയ്തു, ടെട്രാസൈക്കിളിലും സർവൈവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരിലെന്താണ്? അവരിൽ ക്ലോൺഡ് അല്ലെങ്കിൽ അവരിൽ ടാർഗറ്റ് DNA എൻ്റർ ചെയ്തില്ല നമുക്ക് മനസ്സിലാക്കാം. Those cells that do not grow on the tetracycline agar plates, however, are sensitive to tetracycline and carry PBR 322 cloned DNA concept. അപ്പോൾ അവർക്ക് ഏത് സെൽസിനാണോ ടെട്രാസൈക്ലിൻ അഗർ പ്ലേറ്റിൽ ഗ്രോ ചെയ്യാൻ പറ്റാത്തത്, അവരെന്തായിരിക്കും? അവർ ടെട്രാസൈക്ലിനോട് സെൻസിറ്റീവ് ആയിരിക്കും. അതിൻ്റെ അർത്ഥം അവരിൽ എന്തുണ്ടായിരിക്കും? അവരിൽ ഈ PBR 322 ക്ലോൺഡ് DNA കൺസെപ്റ്റ് ഉണ്ടാവും എന്നാണ് അർത്ഥം. ഓക്കെ, സോ ഇൻഡിവിജ്വൽ കൾച്ചേഴ്സ് നമ്മൾ പിന്നെ അതിന് എടുക്കുക, എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഫ്രം ഈച്ച് ഓഫ് ദ കോളനീസ് ഓൺ ദ ആംബിസിലിൻ അഗർ പ്ലേറ്റ്സ് ദാറ്റ് ആർ സെൻസിറ്റീവ് ടു ടെട്രാസൈക്ലിൻ ഓർ മോർ ഓഫൺ സെൽസ് ഫ്രം കോളനീസ് ദാറ്റ് ആർ ആംബിസിലിൻ റെസിസ്റ്റൻറ്റ് ആൻഡ് ടെട്രാസൈക്ലിൻ സെൻസിറ്റീവ് ആർ പൂൾഡ് ആൻഡ് സബ് കൾച്ചർ ടുഗദർ. ഓക്കെ, പിന്നീട് നമ്മൾ എന്ത് ചെയ്യുക? അങ്ങനെയുള്ള ഇൻഡിവിജ്വൽ കൾച്ചേഴ്സ് എന്ത് ചെയ്യുക? പിന്നീട് സബ് കൾച്ചർ ചെയ്തിട്ട് എടുക്കുക. നമുക്ക് സെലക്ട് ചെയ്തല്ലോ നമ്മൾ ഏതൊക്കെയാണ് ക്ലോൺഡ് DNA ഉള്ളതെന്ന് മനസ്സിലാക്കി പിന്നീട് അതിനെ നമ്മൾ സബ് കൾച്ചർ ചെയ്തിട്ട് എടുക്കുക. ഓക്കെ, അത്രയാണ് പറയാനുള്ളത്. PBR 322 കാര്യം പറയാനുള്ളത്. അതിൻ്റെ വർക്കിംഗ് പറഞ്ഞു, അതിൻ്റെ സ്ട്രക്ചർ പറഞ്ഞു, എങ്ങനെയാണ് അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് സെലക്ഷൻ എന്ന് പറഞ്ഞു. ഓക്കെ, സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ടോപ്പിക്. താങ്ക് യു.